നമസ്കാരം. നിങ്ങൾക്ക് ഇന്ത്യൻ ഹൽക്കിനെ അറിയായിരിക്കും, നമ്മുടെ അതിശയൻ. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ സോൾജറിനെ അറിയോ? അതാണ് ജോൺ അബ്രഹാമിന്റെ അറ്റാക്ക്. അതിശയം പുറത്തിറങ്ങുന്നത് 2007 ആ ടൈമിൽ ഏറെക്കുറെ ഇപ്പോഴും മലയാള സിനിമക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കൺസെപ്റ്റായിരുന്നു അതിശയന്റെ. ഏകദേശം 3 കോടി രൂപക്ക് നിർമ്മിച്ച പടം VFX ഒന്നും കൃത്യമായിട്ട് പൂർത്തിയാക്കാതെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള പ്രഷർ കാരണം റിലീസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും പടത്തിന് ഇപ്പോഴും ഒരു ഫാൻ ബേസും മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു പടമായി സിനിമ മാറി. എന്നിട്ടും 2022 80 കോടി മുടക്കി നിർമ്മിച്ച നമ്മുടെ സൂപ്പർ സോൾജറിനെ അധികം ആർക്കും അറിയില്ല. ജോൺ അബ്രഹാമിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഈ പടം. പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, പുള്ളി തന്നെ കഥ എഴുതി, പുള്ളി തന്നെ അഭിനയിച്ചൊരു പടം. ഈ പടത്തിൻ്റെ ട്രെയിലർ യൂട്യൂബിൽ കിടപ്പുണ്ട്. കിഡിലൻ ട്രെയിലറാണ്. ക്യാപ്റ്റൻ അമേരിക്ക മാത്രമല്ല, അപ്ഗ്രേഡ്, റോബോകോപ്പ് എന്നീ പടങ്ങളുടെ ഒരു മിക്സാണ് ഈ പടം. ഇതിൽ ഏത് പടം നിങ്ങൾ കണ്ടില്ലെങ്കിലും അപ്ഗ്രേഡ് നിങ്ങൾ കാണേണ്ട ഒരു പടമാണ്. അത് അത്യാവശ്യം എൻ്റെ കിളികളൊക്കെ പറത്തിയൊരു പടമാണ്. ബാക്ക് ടു നമ്മുടെ സൂപ്പർ സോൾജർ. ഇതിൽ നമ്മുടെ നായകന്റെ പേര് അർജുൻ എന്നാണ്. പുള്ളി ഒരു പട്ടാളക്കാരനാണ്. ഒരു ദിവസം എയർപോർട്ടിൽ വെച്ചുണ്ടാകുന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ വെടികൊണ്ട് അർജുൻ ഫുള്ളി പാരലൈസ്ഡ് ആവും. കൂടാതെ പുള്ളിയുടെ ഗേൾഫ്രണ്ടും കൊല്ലപ്പെടും. അങ്ങനെ ശരീരം തളർന്നുപോയ അർജുനെ DRDOയിലെ ഇന്ത്യൻ ആർമിയുടെ സയന്റിസ്റ്റുകൾ തളർന്നുപോയ അർജുന്റെ ശരീരത്തിൽ ഒരു AI ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് അർജുനെ സൂപ്പർ സോൾജർ ആക്കി മാറ്റുന്നു. ക്യാപ്റ്റൻ അമേരിക്കക്ക് സൂപ്പർ പവർ കൊടുക്കുന്നത് സൂപ്പർ സീറോ ആണെങ്കിൽ നമ്മുടെ സൂപ്പർ സോൾജറിന് സൂപ്പർ പവർ കൊടുക്കുന്നത് ഈ AI ചിപ്പാണ്. ഏകദേശം ക്യാപ്റ്റൻ അമേരിക്കയുടെ സെയിം സൂപ്പർ പവർ ഒക്കെ തന്നെയാണ് നമ്മുടെ സൂപ്പർ സോൾജറിനും ഉള്ളതെങ്കിലും അഡീഷണൽ ആയി പുള്ളിക്കുള്ളൊരു ഫീച്ചറാണ് AI അസിസ്റ്റൻസ്. നമ്മുടെ അയൺമാന് ജാർവിസിനെയൊക്കെ പോലെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഉള്ളത്, അയൺമാന് ജാർവിസ് ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സൂപ്പർ സോൾജറിന് ഈ അസിസ്റ്റൻസ് പോയാൽ മൊത്തത്തിൽ തളർന്നു പോകും. ഇവിടെയാണ് എനിക്ക് ഈ പടത്തിനോട് ചെറിയൊരു ഇഷ്ടക്കുറവ് തോന്നിയത്. സംഭവം പുള്ളി തീവ്രവാദീനൊക്കെ പിടിച്ച് BGM ഇട്ട് സ്ലോ മോഷനിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോവെങ്കിലും ഈ പരിപാടിയൊക്കെ ചെയ്ത് AI ആണല്ലോ, പിന്നെ ഇങ്ങേരെന്തിനാണ് ഈ ആറ്റിറ്റ്യൂഡ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നി. സംഭവം ഇതൊരു ഡീസൻറ്റ് പടമാണെങ്കിലും ബോളിവുഡിൽ ആ സമയത്ത് ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് പടമായിരുന്നെങ്കിൽ പോലും പടം 8 നിലയെ പൊട്ടി. അതിൽ മെയിൻ കാരണം ഇത് ഇറക്കി വിട്ട ടൈമാണ്. RRR ഇറങ്ങി ഒരാഴ്ചക്ക് ശേഷമാണ് ഇത് റിലീസ് ചെയ്തത്. RRRന്റെ ഹൈപ്പിൽ ഈ പടം അങ്ങ് മുങ്ങിപ്പോയെന്ന് വേണം പറയാൻ. പിന്നെ ആ സമയത്ത് ഈ AI കുറിച്ചൊന്നും അത്ര ഐഡിയ ആൾക്കാർക്ക് ഇല്ലായിരുന്നത് ഒരു കാരണമാണ്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ കൺസെപ്റ്റ്. സംഭവം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണെങ്കിലും ഇത് ശരിക്കും നടക്കാൻ ചാൻസ് ഉള്ള ഒരു കഥയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം തന്നെ ഇലോൺ മസ്കിൻ്റെ ന്യൂറോലിങ്ക് ഒക്കെ പോലെയുള്ള കമ്പനികൾ തലക്കാത്ത ചിപ്പ് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓൾമോസ്റ്റ് വിജയിച്ചിരിക്കുവാണ്. നിലവിൽ നമ്മൾ ChatGPT പോലെയുള്ള അസിസ്റ്റന്റിനെ മൊബൈലിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് ഭാവിയിലെ ആളുകൾ തലക്കകത്ത് ഒരു അസിസ്റ്റന്റിനെ കൊണ്ട് നടക്കാം. പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ പടം യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.